റോഡില്ല, നോ, എല്ലാം കട്ട റോഡ്. വീടിന്റെ തറ സിമെന്റ് അല്ല, ഗ്രാനൈറ്റ് അല്ല, മൊസൈക്ക് അല്ല, ടൈൽസ് അല്ല, കണ്ണാടി അല്ല, വെർട്ടിഫൈഡ് അല്ല, വേറൊരു സാധനമായിരുന്നു. അറിയാവുന്നവരുണ്ടെന്ന് പറയാവോ? ആ ചാണകം. അതിന്റെ ഗുണം അന്നൊരൊറ്റ അമ്മച്ചിക്ക് വാദമില്ല. ഇന്നത്തെ മുഴുവൻ അമ്മച്ചിക്കും വാദമേ ഉള്ളൂ. എല്ലാവരോടും, അച്ചായനോടും വാദം, നാട്ടുകാരോടും വാദം, ശരീരത്തിലും വാദം. അടുത്തത് കേട്ടോളം. 80 വർഷം മുമ്പുള്ള റിസർച്ചാ. കട്ടിലിൽ കിടന്നാൽ കട്ടിൽ നമ്മളെ സ്വീകരിച്ചെന്ന് പറയും, അക്നോളജ്മെന്റ്. ഇന്നത്തെ കട്ടിലെ 8 എണ്ണം കയറി കിടന്നാൽ അവൻ അനങ്ങത്തില്ല. അന്നത്തെ കട്ടിലോട്ട് കയറി കിടമ്പോ കിറന്നൊരു ശബ്ദം. എന്നാ സ്വീകരിച്ചു? കയറ് കെട്ടല്, ഒറ്റപ്പായും കാണും. പിന്നെ തുറന്ന് പറയുക, ഞങ്ങളെ 9 പെങ്ങന്മാരും 2 ആണുങ്ങളോ 11 പേരാ, അപ്പച്ചനും അമ്മച്ചിയും 13 പേരാ. ഞങ്ങളുടെ വീട്ടിലാകെ ഉള്ളത് 5 തലേണയാണ്. സന്ധിക്ക് കിടക്കുന്ന എനിക്കും ചേട്ടനും തലേണ തരും, ഉറങ്ങുമ്പോൾ എടുത്തോണ്ട് പോകും പെങ്ങന്മാർ. തലയുടെ കിടക്കുന്ന നേരം വിളക്കുന്ന തറയെ തല. അന്നത്തെ സിസ്റ്റം ഒന്നിനും കുറവില്ലെങ്കിലും അന്നും അങ്ങനെയായിരുന്നു. കട്ടിലെ കിടന്നാൽ കട്ടിൽ നിന്നെ സ്വീകരിച്ചെന്ന് പറയുന്ന കയറ്. അടുത്തത് കേട്ടോണം. കട്ടിലെ കിടന്ന് മേലോട്ട് നോക്കിയാൽ ഒരു ഗുണമുണ്ട്, നക്ഷത്രങ്ങൾ എണ്ണാം. സംഗതി പിടികിട്ടിയല്ലോ. എന്നാ കാര്യം? അറിയാമല്ലോ. പോല പക്ഷെങ്കിൽ സന്ധ്യയാകുമ്പോൾ ആ ഇട റോഡിൽ കൂടെ പോയാൽ അറിയാം ഇതൊരു ക്രിസ്ത്യാനിയുടെ വീടാ. പെന്തിക്കോസുകാരനാണോ യാക്കോബക്കാരനാണോ മർത്തോ, ഇതൊന്നും അല്ല വിഷയം. ഇതൊരു ക്രിസ്ത്യാനിയുടെ വീടാ. മരോട്ടി എണ്ണയാ, മണ്ണെണ്ണ നാറും, അതുകൊണ്ട് മണ്ണെണ്ണ അധികം കത്തിക്കത്തില്ല. മരോട്ടി എണ്ണ എടുത്ത് വിളക്ക് കത്തിച്ച് പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും സെറ്റിയില്ലേ കട്ടിലിരിക്കും. ചെറുപ്പക്കാരി പെൺപിള്ളേരും ആമ്പിള്ളേരും താഴെ ഇരുന്ന്, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നു. ഈ പാട്ടുപാടി സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദിക്കാൻ പറയാതെ അത്താഴമില്ല. അത്താഴം പൊറോട്ടയൊന്നും അല്ല, കപ്പ പിടിങ്ങിയതോ കഞ്ഞിയോ ചോളവോ, പച്ചക്കപ്പ പിടിങ്ങിയതോ കഞ്ഞിയോ ചോളവോ വേണമെങ്കിൽ പാട്ടുപാടി പ്രാർത്ഥിച്ചിരിക്കണം. 80 വർഷം മുമ്പേ കേട്ടല്ലോ. അതിന്റെ റിസൾട്ട് ഞാൻ അനുഭവിച്ചതും കാണുന്നതും പറയാം. ഇന്ന് ലോകത്തിൽ ഏത് രാജ്യത്തിൽ ചെന്നാലും, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഇംഗ്ലണ്ട്, ഗൾഫ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ജപ്പാൻ, എവിടെ ചെന്നാലും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം. ആ നാട്ടുകാരെക്കാൾ നല്ല വീട്ടിലും നല്ല വസ്ത്രവും നല്ല വാഹനവും നല്ല കുടുംബജീവിതവുമായി കഴിയുന്നത് മലയാളികളായ ക്രിസ്ത്യാനികൾ. ആ നാട്ടുകാരെക്കാൾ മനോഹരമായി സ്റ്റാൻഡേർഡോടെ കുടുംബത്തോടെ ജീവിക്കുന്നത് മലയാളി ക്രിസ്ത്യാനികൾ. കാരണം പിതാക്കന്മാർ അന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചെങ്കിൽ തമ്പുരാന്റെ വാഗ്ദത്തം തലമുറകളെ അനുഗ്രഹിക്കുമെന്ന്. ആ അനുഗ്രഹം പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, പിന്മഴയാ ഇന്ന്, ഞാൻ ചോദിച്ചോട്ടെ, ആരും കൈവക്കരുത്, എത്ര വീട്ടിൽ സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആരും കൈവക്കണ്ട. സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനയുണ്ടോ? ന്യായങ്ങൾ പലതില്ലേ, പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടർ നോക്കണം, ചിക്കൻ കറി വെക്കണം, അച്ചായം വന്നില്ല, കൊച്ചിന് പരീക്ഷ, അമ്മച്ചിക്ക് തുണി തയ്ക്കണം, പല പരിപാടിയല്ലേ, മുടന്ന ന്യായങ്ങളല്ലേ? ആണോ? അതിൻ്റെ കൂടെ പിശാച് ക്രിസ്ത്യാനിയുടെ സന്ധ്യാപ്രാർത്ഥന മുടക്കാൻ അടുത്ത അവന്റെ വേല വേറെ, അതവന്റെ ടെക്നോളജി. ഇന്ന് ഫോൺ 2 എണ്ണമില്ലാത്ത ഒരാരും ഇല്ലല്ലോ. പണ്ടാ 1, ഇപ്പൊ 2. അച്ചായനെ വിളിക്കണം, അമ്മാമ്മയെ വിളിക്കണം, എല്ലാവരുടെയും കൈ മൊബൈലാ. മാന്യന്മാരാരും വിളിച്ചു പറയാതെ വീട്ടിൽ വരികയല്ലെന്ന്, വന്നാരും കാണുക, അത്രയേ ഉള്ളൂ. എന്നാൽ വരും കുറച്ച് പുള്ളികൾ കറക്റ്റ് 6:30, 7:45 കുടുംബ പ്രാർത്ഥന കളയാൻ. 6:30ക്കും 7:45 ഇടയ്ക്ക് അവൻ വന്നിച്ചു പോവും. അവനെ കാണാനെങ്കിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവനെ കാണാനൊക്കത്തില്ല. അവൻ കറക്റ്റ് 6:30ക്ക് 7:45 ഇടയ്ക്ക് വന്നിച്ചു പോവും. അവന്റെ വാഹനം ഞാൻ പറയാ, ഈ കിടക്കുന്നതൊന്നും അല്ല, ഹുണ്ടായി അല്ല, മാരുതി അല്ല, ടൊയോട്ട അല്ല. അവൻ വരുന്ന കാറിന്റെ പേര് സീരിയലേ, അറിയാമല്ലോ. അവൻ വരുന്ന സമയം 6:30, 7:45. അത് കാണാനിരുന്ന പ്രാർത്ഥിക്കാനൊക്കെ നിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ സാത്താൻ ചെയ്യുന്ന പണി കണ്ടോ? ഇനിയും പോട്ടെ, പെൺപിള്ളേരാ, ആമ്പിള്ളേരാ, ചെറുപ്പക്കാരാ, ഇന്ന് അബദ്ധത്തിലൊന്ന് കണ്ടെന്നങ്ങ് വിചാരിച്ചു, അതുകൊണ്ട് ഉടനെ ആകാശം ഇടിഞ്ഞ് താഴെയൊന്നും വീഴത്തില്ല, നരകത്തിലും കളയത്തില്ല, തമ്മിൽ ഒരു സീരിയൽ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ 7:45 തീരുമ്പോൾ, ഇന്നത്തെ കോള് തീരുമ്പം അവൻ മരത്തിന്റെ മേളിൽ, അവള് കുരങ്ങനെ പോലെ താഴെ. നാളെ കാണിക്കുക, അവൾ മരത്തെ കയറുവോ ഇവൻ ചാടുവോ, അതിന് നാളെ.
കുടുംബ പ്രാർത്ഥന തകർന്ന ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് പിന്മഴയുടെ കാലമാ. തിരിച്ചു പിടിക്കണം. ഒറ്റയാളെ ഉള്ളെങ്കിലും, അച്ചായൻ ജോലി കഴിഞ്ഞ് വന്നില്ലെങ്കിലും, മമ്മി ഡ്യൂട്ടിയിലാണെങ്കിലും, കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയുണ്ടെങ്കിലും 2 മിനിറ്റിൽ നിന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഞാൻ പറയട്ടെ, ഒരു പാവപ്പെട്ട ദൈവദാസൻ, പേരെല്ലാം നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു, കോട്ടയത്ത ജോൺസൺ, അദ്ദേഹത്തിന്റെ മകളുടെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്സാന്നാന്ന് തോന്നുന്നു, ഞാൻ ആ മുൻകൈ എടുത്തത്. അവൾക്കാണ് കേരളത്തിൽ 4-5 വർഷം മുമ്പേ മെഡിക്കൽ എക്സാമിനേഷന് ഫസ്റ്റ് റാങ്ക് കിട്ടി. സെക്കൻഡ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മെഡിസിനുള്ള എൻട്രൻസിൽ അവക്ക് റാങ്ക് കിട്ടി. സെക്കൻഡ് റാങ്ക്. 2 പേരാ, ഒന്ന് അവളാ, ഒന്ന് വേറൊരു പെങ്കൊച്ച. ഇവക്ക് ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജിലും ₹1 കൊടുക്കാതെ അഡ്മിഷൻ. അവളുടെ ഒറ്റ സാക്ഷ്യം എന്നെ വ്യക്തിപരമായി ഒത്തിരി സ്വാധീനിച്ചു. ആ സാക്ഷ്യത്തിന്റെ പേരിൽ ഞാൻ താമസിക്കുന്ന ചുറ്റളവിലുള്ള സകല ദൈവദാസന്മാരെ ഞാൻ പറഞ്ഞു, ഈ കൊച്ചിനെ മാനിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മളോട് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. അറിയാമോ, ഞാൻ എൻ്റെ സഭയിൽ നിന്നാണ് പണം മുഴുവൻ ചെലവാക്കിയത്. നല്ല ഒരു പ്രൈസ് ദി ലോർഡ്, അവർക്കൊരു അവാർഡും കൊടുത്തു. മന്ത്രിയെ വരെ ഞങ്ങൾ വരുത്തി. ആ മന്ത്രിയെ കൊണ്ടാണ് കൊടുപ്പിച്ച. കാരണം ഇവളെ ഒന്ന് ബഹുമാനിക്കാനാ. കാരണം അവൾ പറഞ്ഞ ഒരു സാക്ഷ്യമാ. എൻട്രൻസ് പഠിക്കാൻ എന്ന പേരിൽ ഒരൊറ്റ സഭായോഗം ഞാൻ മുടക്കിയില്ല. സാക്ഷ്യമുള്ളവർക്കൊക്കെ ഇന്ന് എൻട്രൻസ് പഠിക്കുന്നതിന്റെ അമ്മയും മുടക്കും അപ്പനും മുടക്കും പഠിപ്പിക്കാൻ. എന്നാൽ ആ കൊച്ചു പറഞ്ഞു, എൻട്രൻസിന്റെ പേരിൽ ഒറ്റ സഭായോഗം ഞാൻ മുടക്കിയില്ല. ദൈവമക്കളെ, തിരിച്ചു പിടിക്കണം. നമുക്ക് വിട്ടുപോയ ഭക്തി തിരിച്ചു പിടിക്കണം. പിന്മഴയുടെ കാലമാ. ആത്മാവിൽ ശക്തി തിരിച്ചു പിടിക്കണം. വീട്ടിലെ പ്രാർത്ഥന തിരിച്ചു പിടിക്കണം. പ്രാർത്ഥന വേണം. ആർക്കെതിരെയാ? പാതാള ഗോപുരങ്ങളോട് പരവരുന്നത് വാളുകൊണ്ടല്ല, ആത്മാവിന്റെ ശക്തി കൊണ്ടാ. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറും. നീ പ്രാർത്ഥിക്കുമ്പോൾ പിണക്കം മാറും. പ്രാർത്ഥിക്കുമ്പോൾ കടം തീരും. പ്രാർത്ഥിക്കുമ്പോൾ ഡയബറ്റിക് കുറയും. പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറും. അവനതറിയാം. അതിനാണ് അവൻ ഈ പണിയൊക്കെ ഒപ്പിച്ചു വെക്കുന്നത്. പ്രാർത്ഥന തിരിച്ചു പിടിക്കണം. ഇത് പിന്മഴയുടെ കാലമാ. ഒരുങ്ങേണ്ട സമയമാ. മണവാട്ടി ഒരുങ്ങണം. ഒരുങ്ങിയില്ല പോകത്തില്ല.